ഹായ് അസ്സലാമലൈക്കും. ഞാനിതൊരു മക്രോണി ഉണ്ടാക്കിയേട്ടോ. ഫസ്റ്റ് തൊട്ട് കാണിച്ചു തരണമെന്ന് വിചാരിച്ചു, പിന്നെ വിട്ടു വീഡിയോ എടുക്കാൻ. ആദ്യം ഇതിലേക്ക് ഉള്ളിയിട്ട് കുറച്ച് വഴറ്റി കഴിഞ്ഞേരം കുറച്ച് ക്യാരറ്റ് ഇട്ട് കാണിച്ചു തരാം. ഓരോന്ന് ഇടുന്നതിനനുസരിച്ച് പറഞ്ഞുതരാം. തക്കാളി ഇടൂല കേട്ടോ. തക്കാളി ഇട്ടാൽ വിടാൻ ഐഷക്കൊന്നും ഇഷ്ടമല്ല തക്കാളി, അതുകൊണ്ട് പിന്നെ ഞാൻ തക്കാളി ഇടില്ല. ഇത് രണ്ടും മാത്രമാണ് ഞാനിടുക. മക്രോണി ഞാൻ വേവിച്ച് വെച്ചിട്ട് ഇതാ ചിക്കനും കുറച്ച് ഉപ്പ് ഇടാം കേട്ടോ. സോയാ സോസ് ഒഴിക്കുന്നതുകൊണ്ട് അധികം ഉപ്പ് വേണ്ട. സോയാ സോസിൽ ഉപ്പുള്ളതുകൊണ്ട് മുട്ട ഇങ്ങനെ ചിക്കി വെക്കുക. ഇതിലേക്ക് വേണ്ടിയ മസാലപ്പൊടികളൊക്കെ കാണിച്ചു തരുന്നു. മസാലപ്പൊടി ഇതാണ് കുരുമുളക് പൊടി ഇട്ടിട്ട് ഓഫാക്കിയിട്ട് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി. അതൊക്കെ ഓരോരുത്തർക്ക് ഉണ്ടാക്കുന്ന അറിയാമല്ലോ, ഇത്ര വേണമെന്നൊക്കെ. അതൊന്നും എനിക്ക് പറഞ്ഞു തരാൻ അറിയില്ല കേട്ടോ. ഇത്ര ഇടണം എന്നൊന്നും ഞാനൊരു തട്ടിക്കൂട്ടി ഉണ്ടാക്കലാണ്. കുരുമുളക് പൊടി കളറിന് മാത്രം ഒരു കാശ്മീരി മുളക് പൊടി ഇട്ടോ. എരിവിന് നമ്മൾ ഇട്ടിട്ടില്ലല്ലോ, കുരുമുളക് ഇട്ടുകൊണ്ട്. നമ്മൾ വേവിച്ച് വെച്ച സാധനങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടില്ല. ബിരിയാണി മസാല കുറച്ച് ഇതെല്ലാം നന്നായിട്ട് ജോയിൻ ചെയ്യുക. കൂട്ടി കിടക്കുക. മുട്ട ഇതിലേക്ക് ഇട്ടുകൊടുത്ത് നല്ല ടേസ്റ്റൊക്കെ ഉണ്ടാവും കേട്ടോ. വീഡിയോ തപ്പേത്തോലായിട്ടും തെയ്യന തേടും ബബായും തീയത്തും ഒക്കെ ചെയ്യുന്നത് വീഡിയോ വാവളൊക്കെ ലൈറ്റ് ഓണാക്കി മക്രോണി വേവിച്ച മക്രോണി ഇവിടെ അപ്പൊ തേത്തായിട്ട് തോന്നും. നല്ല അടിപൊളിയില്ല തറ നല്ലോണം ഇളക്കി യോജിപ്പിക്കട്ടോ. ഇതിലേക്ക് ഇനി ലാസ്റ്റ് കുറച്ച് സോയാ സോസ്. ടൊമാറ്റോ സോസ് പല ഇഷ്ടംപോലെ കുക്കുകളൊക്കെ ഉണ്ടാകും. ഞാൻ എൻ്റെ ഒരു രീതിയിൽ ഉണ്ടാക്കുക കേട്ടോ. ഇഷ്ടമായാലൊന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. ലാസ്റ്റ് കുറച്ച് മല്ലിയില ഇടും കേട്ടോ. മല്ലിയില ഇട്ടാൽ വേറൊരു ടേസ്റ്റ് ആണല്ലോ. ഐഷ ടേസ്റ്റ് നോക്കി കഴിഞ്ഞിട്ട് എന്താ ടേസ്റ്റ് എന്നുള്ളത് പറഞ്ഞുതരും. ടേസ്റ്റ് ഉണ്ടോ? വായിലേക്ക് ഇട്ടിട്ടല്ലേ ഉള്ളൂ, കഴിക്ക് എന്നിട്ട് പറ. വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് സപ്പോർട്ടാക്കണേ. വീഡിയോ ഒന്ന് തപ്പട്ടെ. ബൈ.